ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. നഗരവികസനം അട്ടിമറിക്കുന്ന CPM നിലപാടിനെതിരെ കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളെ CPM തുടർന്നും എതിർത്താൽ അതിനെ നിയമപരമായി നേരിടുമെന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA. നഗരവികസന പദ്ധതിയെ എതിർക്കുന്ന CPM നിലപാടിനെതിരെ മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലേക്ക് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റികൾ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി മൂവാറ്റുപുഴയിലെ ജനങ്ങളെ തോൽപ്പിക്കാമെന്ന് CPM കരുതേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ അലങ്കോലമാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും CPM പിന്മാറണമെന്നും MLA ആവശ്യപ്പെട്ടു. റബ്ബർ ബോർഡ് സൊസൈറ്റിയുടെയോ ഈ സ്ഥാപനത്തിന്റെയോ സ്ഥലത്തേക്ക് ഒരു ഇഞ്ച് പോലും നമ്മൾ കയ്യേറുന്നില്ല, അല്ലെങ്കിൽ കടത്തിവെക്കുന്നില്ല എന്നിരുന്നിട്ട് കൂടിയും സർക്കാരിന്റെ സ്ഥലത്ത് PWDയുടെ സ്ഥലത്ത് PWDയുടെ ഒരു യൂട്ടിലിറ്റി വെക്കുന്നതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് അധികാരമാണുള്ളത്? എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നതിനുള്ളത്? ഇനി ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഒരു നാഷണൽ പെർമിറ്റ്, ഏറ്റവും വലിയൊരു നാഷണൽ പെർമിറ്റ് വന്നാലും ഒരു ലോറി ഇതിന്റെ മുമ്പിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പൊ ഇതൊക്കെ ഇവർ പറയുന്നത് ഇവിടെ കാലങ്ങളായി റബ്ബർ ഷീറ്റ് വാങ്ങിയിട്ട് ദശാബ്ദങ്ങളായി എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇന്ന് ഞങ്ങളൊരു 10 കിലോ റബ്ബർ ഷീറ്റ് കൊടുന്ന വാങ്ങിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. എന്നിട്ട് പറയുകയാണ് നാഷണൽ പെർമിറ്റ് വന്നാൽ ഒതുക്കാനുള്ള സ്ഥലം. ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ഈ പരിപാടി വെക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ജനങ്ങൾ ബോധ്യപ്പെടണം. ഇവിടെ ഈ ജീപ്പ് കിടക്കുന്നതിന്റെ മുമ്പിലൂടെ വന്നാൽ ഒരു ലോറി പുറകിലേക്ക് എടുക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മാത്രം ഒതുങ്ങി വരുന്ന ഒരു ചെറിയ സ്ട്രക്ചറിനെ തടസ്സപ്പെടുത്തുക, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമരം കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ഓരോ തവണയും ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾ ഇതിന്റെ പിന്നാലെയുണ്ട്. ഈ പദ്ധതിക്ക് മാത്രമല്ല, മൂവാറ്റുപുഴയിലെ മറ്റു പല വികസന പദ്ധതികൾക്കും CPMന്റെ അപ്രഖ്യാപിത വിലക്കുണ്ട്. അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ മൂലം ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിലെ 17 തഹസിൽദാർമാരെയാണ് ഇതിന്റെ ഭാഗമായി സ്ഥലം മാറ്റിയത്. നഗരവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡിന്റെ RMU ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് CPM ഭരണം നിയന്ത്രിച്ചിരുന്ന മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി എതിർപ്പുയർത്തിയത്. എന്നാൽ സൊസൈറ്റി സർക്കാർ ഏറ്റെടുത്തതാണെന്നും ഭരണസമിതി അംഗങ്ങളും മുൻ ജീവനക്കാരും ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. വികലമായ വാദങ്ങളാണ് ഈ വിഷയത്തിൽ. നഗരത്തിൽ വൈദ്യുത വിതരണം കൂടുതൽ സുഗമവും സുരക്ഷിതമാക്കാനും ഭൂഗർഭ കേബിൾ ലൈനുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 13 RMU ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നത്. പദ്ധതിയുടെ അവസാന ഘട്ടത്തിലെത്തിയ അവസ്ഥയിലാണ് CPM എതിർപ്പുമായി രംഗത്തു വരുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ഇടപെടൽ തുടർന്നാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തു വരുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ അറിയിച്ചു. പ്രതിഷേധ മാർച്ചിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു. സുഭാഷ് കടക്കോട്, KM സലിം, അഡ്വക്കേറ്റ് വർഗീസ് മാത്യു, സലിം ഹാജി, PP എൽദോസ്, KM പരീദ്, മുഹമ്മദ് പനിക്കൻ, KG രാധാകൃഷ്ണൻ, NK അനിൽകുമാർ, KV കുര്യാക്കോസ്, മാത്യൂസ് വർക്കി എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. Apply now. www.nirmalacollege.ac.in